എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 13, 14 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. അതിൽ 13ാമത്തെ ശ്ലോകത്തിൽ ഉപേന്ദ്രവജ്രവൃത്തവും 14ാമത്തേൽ ഉപജാതി വൃത്തവുമാണുള്ളത്. ഇവിടെ വസുദേവർ നന്ദഗോപരോട് പറഞ്ഞു, തിരിച്ച് യശോദയോട് കൂടിയിട്ട് വരണം, ഇവിടെ ഒരുമിച്ച് നമുക്ക് കൃഷ്ണനെ പരിപാലിക്കാമെന്നൊക്കെ. ഇതെല്ലാം കേട്ടിട്ട് നന്ദഗോപർ എന്താണ് വസുദേവരോട് പറഞ്ഞത് എന്ന് കവി വർണ്ണിക്കുകയാണ്. ആദ്യം ശ്ലോകം നോക്കൂ. അഹന്തു കൃഷ്ണസ്യ വിയോഗഖിന്നം നിശാസരോജാകര നിർവിശേഷം വ്രജം സമാശ്വാസ്യ ബഹുപ്രകാരം പുനർവിധാസ്യാമി സമാഹിതം തേ. പദച്ഛേദം പറയാം. അഹം തു കൃഷ്ണസ്യ വിയോഗഖിന്നം നിശാസരോജാകര നിർവിശേഷം വ്രജം സമാശ്വാസ്യ ബഹുപ്രകാരം പുനഃ വിധാസ്യാമി സമാഹിതം തേ. എന്താണ് നന്ദഗോപുര വസുദേവരോട് പറയണത് എന്നാണെങ്കിൽ, അഹം തു, ഇപ്പോൾ എനിക്കെന്തായാലും വ്രജത്തിലേക്ക്, അമ്പാടിയിലേക്ക് പോവാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനാകട്ടെ, ഞാൻ പോയിട്ട് വരാം എന്നാണ് പറയാൻ തുടങ്ങുന്നത്. അഹം തു കൃഷ്ണസ്യ വിയോഗഖിന്നം നിശാസരോജാകര നിർവിശേഷം വ്രജം. ഞാനിപ്പോൾ പോകുന്ന വ്രജമുണ്ടല്ലോ, ആ വ്രജത്തിൻ്റെ അവസ്ഥ എന്താണ്? കൃഷ്ണസ്യ വിയോഗഖിന്നം, കൃഷ്ണൻ്റെ വിയോഗം കൊണ്ട് ഖിന്നമായിരിക്കുന്നതാണ് ആ വ്രജം. വ്രജത്തിലിപ്പോൾ ശ്രീകൃഷ്ണനില്ലല്ലോ. ഇവിടേക്ക് പോകുന്നത് കൊണ്ട് വ്രജം ഉറങ്ങിക്കിടക്കുകയും അവിടുത്തെ ജനങ്ങൾ മുഴുവനും ദുഃഖിച്ചിരിക്കുകയും അവരെ ആശ്വസിപ്പിക്കേണ്ടത് അവിടുത്തെ ഒരു നായകനായിട്ടുള്ള എൻ്റെ ജോലിയാണ്. അതായത് നന്ദഗോപുരം എന്ന് പറയുമ്പോൾ വ്രജത്തിലെ ഈ പശുപാലകന്മാരുടെയൊക്കെ ഒരു നായകനാണ്. ഒരു ഗ്രാമണി എന്നൊക്കെ പറയാം. അതായത് ഒരു ഗ്രാമത്തിനെ മുഴുവനും നയിക്കുന്നവൻ, മുമ്പാക്കം കൊണ്ടുപോകുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് നന്ദഗോപുരം. അതുകൊണ്ട് അവരുടെ ദുഃഖങ്ങളൊന്നും കണ്ടില്ല എന്നടിച്ചിട്ട് നടക്കാൻ പറ്റില്ല. അതായത് ഇവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞു വെച്ചിട്ട് യശോദയെ ഇങ്ങോട്ട് കൊണ്ടുവരിവിച്ചാൽ പോരെ എന്നൊക്കെ വേണമെങ്കിൽ തോന്നാം. അതല്ലല്ലോ ഒരു നായകൻ്റെ സ്വഭാവം, ഒരു രാജാവിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ പ്രജകൾക്കൊക്കെ വേണ്ടത് ഉണ്ടാക്കി കൊടുക്കണം, അവരെ വേണ്ടതുപോലെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ആവശ്യമുള്ള സമയത്ത് അതൊക്കെ ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് നന്ദഗോപുരം പറയാണ്, കൃഷ്ണൻ്റെ വിയോഗം കൊണ്ട് അതീവ ഖിന്നമായിരിക്കുന്ന ആ അമ്പാടിയെ, അമ്പാടിയുടെ മറ്റൊരു വിശേഷണമാണ് നിശാസരോജാകര നിർവിശേഷം. സരോജാകരം എന്ന് പറഞ്ഞാൽ താമരപ്പൊയ്കയാണ്. സരോജങ്ങളുടെ ആകരം, സരോജങ്ങളുടെ കൂട്ടം, താമരകളുടെ കൂട്ടം എവിടെയാണോ ഉള്ളത് അതാണ് സരോജാകരം, അതായത് താമരപ്പൊയ്ക. അത് രാത്രി എങ്ങനെയായിരിക്കും? അതാണ് നിശാസരോജാകരം. രാത്രി സമയത്ത് ആ താമരപ്പൊയ്കയ്ക്ക് ഒരു ശോഭയും ഉണ്ടാവില്ല. പകൽ സമയത്താണല്ലോ സൂര്യൻ വരുമ്പോഴേ താമര വിടരുള്ളൂ. അപ്പോൾ താമരകളില്ലാത്തത് കാരണം ശോഭയൊക്കെ നശിച്ചിരിക്കുന്നതായ രാത്രി സമയത്തെ താമരപ്പൊയ്ക പോലെ അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന, യാതൊരു തെളിച്ചവുമില്ലാതെ ഒരു സൗന്ദര്യവുമില്ലാതെ അവശേഷിക്കുന്ന അമ്പാടി. ശ്രീകൃഷ്ണൻ പോന്നതോട് കൂടിയിട്ട് അമ്പാടിയുടെ അവസ്ഥ മാറിപ്പോയത് കവി പല പല വാക്കുകളെ കൊണ്ട് വർണ്ണിക്കുകയാണ്. അതാണ് നിശാസരോജാകര നിർവിശേഷം. നിർവിശേഷം എന്ന് പറഞ്ഞാൽ തത്തുല്യം. രാത്രികാലത്തെ താമരപ്പൊയ്കയ്ക്ക് തുല്യമായിട്ടുള്ള ആ വ്രജത്തിനെ ബഹുപ്രകാരം സമാശ്വസ്യ, ബഹുപ്രകാരം പല വിധത്തിൽ, സമാശ്വസ്യ ആശ്വസിപ്പിച്ചിട്ട്. അതായത് ചിലരോട് ഒന്ന് പറഞ്ഞാൽ മതിയാവും, ചിലരെ ആശ്വസിപ്പിക്കേണ്ടി വരും, ചിലരുടെ കണ്ണീരൊപ്പേണ്ടി വരും, സ്ത്രീകളെയൊക്കെ വിളിച്ചു കൂട്ടി സംസാരിക്കേണ്ടി വരും. അങ്ങനെ പലരോടും പലതരത്തിൽ സംസാരിച്ചാലേ അവരുടെ ദുഃഖം മാറുള്ളൂ, ശ്രീകൃഷ്ണൻ പോയതിൻ്റെ വിഷമം മാറുള്ളൂ. അതാണ് ബഹുപ്രകാരം സമാശ്വാസ്യ എന്ന വാക്ക് ഉപയോഗിച്ചത്. അങ്ങനെ അവരെയൊക്കെ തന്നെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട്, എൻ്റെ വാക്കുകളെ കൊണ്ടും പ്രവൃത്തികളെ കൊണ്ടും ഇടപെടലുകളെ കൊണ്ടും ഒക്കെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് പുനഃ തേ സമാഹിതം വിധാസ്യാമി, പുനഃ വീണ്ടും, അതായത് പിന്നെ ഞാൻ ഓർത്തോളാം. എൻ്റെ ആദ്യത്തെ ഒരു പ്രവൃത്തി എന്ന് പറയണത്, എൻ്റെ പ്രയോറിറ്റി എന്ന് പറയണത് ഇപ്പോൾ ഗോപന്മാരെയും ഗോപസ്ത്രീകളെയും അതിനൊക്കെ പുറമെ പ്രിയപത്നി കൃഷ്ണൻ്റെ അമ്മയായിട്ടുള്ള യശോദയെയും ആശ്വസിപ്പിക്കലാണ്.
നന്ദഗോപർക്ക് കുറേ തിരിച്ചറിവുണ്ടായല്ലോ, താനും യശോദയൊന്നുമല്ല ശ്രീകൃഷ്ണൻ്റെ അച്ഛനും അമ്മയും എന്നുള്ളതൊക്കെ വളരെ വലിയ തിരിച്ചറിവുകളാണ്, തിരിച്ചടി പോലെയാണ് അതൊക്കെ. പക്ഷെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം യശോദയെ പോലെയുള്ളവരെ, ബാക്കിയുള്ളവരെയൊക്കെ. അതിനു വേണ്ടിയിട്ട് അവിടെ പോയി അവരെ ആശ്വസിപ്പിച്ചതിനൊക്കെ ശേഷം, അവരെ എല്ലാം മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം, തേ സമാഹിതം, അങ്ങ് എന്നോട് പറഞ്ഞതായിട്ടുള്ള ആ വിഷയം, ഇവിടെ വന്ന് യശോദയോടൊപ്പം താമസിക്കുക എന്നുള്ള ആ വിഷയത്തെ പറ്റിയിട്ട് വിധാസ്യാമി, ഞാൻ വിധാനം ചെയ്തോളാം, അതിനുള്ള പദ്ധതികൾ ഉണ്ടാക്കിക്കോളാം. ആദ്യം ഇപ്പോൾ ഞാൻ അമ്പാടിയിലേക്ക് പോവുകയാണ്. അമ്പാടിയിലെ വാസികളെ മുഴുവനും കാണണം, ആശ്വസിപ്പിക്കണം, യശോദയോട് പറയണം, ശ്രീകൃഷ്ണൻ്റെ അച്ഛനമ്മമാരെ പറ്റിയിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ശ്രീകൃഷ്ണൻ്റെ മണ്ഡലം അല്ലെങ്കിൽ രാജ്യം ഏതായിരുന്നു എന്നുള്ളതൊക്കെ അവിടെ അറിയിക്കണമല്ലോ. അതിനുശേഷം അവരെയൊക്കെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം എന്നാണ് വസുദേവരോട് നന്ദഗോപര് പറയണത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. ഇത്യൂജിവാനുദ്ബണസമ്മതേന പ്രശസ്യമാനോ നൃപമണ്ഡലേന നിജപ്രയാണേ സസമേത്യ കൃഷ്ണം ഗാഢം പരിഷ്വജ്യമിഥോ ബഭാഷേ. നമുക്കാദ്യം പദച്ഛേദം പറയാം. ഇതി ഊജിവാൻ ഉദ്ബണസമ്മതേന പ്രശസ്യമാന നൃപമണ്ഡലേന നിജപ്രയാണേ സ സമേത്യ കൃഷ്ണം ഗാഢം പരിഷ്വജ്യ മിഥ ബഭാഷേ. ഇതി ഇപ്രകാരം ഊജിവാൻ പറയുന്നവനായ സ ആരാണ്? അത് നന്ദഗോപരാണ്. ആ നന്ദഗോപര് ഉൽബണസമ്മതേന നൃപമണ്ഡലേന പ്രശസ്യമാന, ആ നന്ദഗോപരെ എല്ലാവരും അഭിനന്ദിച്ചു. എന്തുകൊണ്ടാണ്? നന്ദഗോപരുടെ പ്രവൃത്തി അല്ലെങ്കിൽ നന്ദഗോപരുടെ വാക്കുകളാണ് മറ്റുള്ളവരെ അഭിനന്ദിക്കാൻ പ്രേരകമായത്. അതായത് നന്ദഗോപരെ ആദ്യം തന്നെ പറഞ്ഞത് എന്നാൽ ഞാൻ ഇവിടെ നിന്നോളാം എന്നല്ലല്ലോ, അമ്പാടിയിൽ പോകണം, അവരെയൊക്കെ ആശ്വസിപ്പിക്കണം എന്നൊക്കെ കേട്ടപ്പോൾ ഏറ്റവും നല്ലൊരു നായകൻ ഇങ്ങനെ തന്നെയാണോ വേണ്ടത് എന്നുള്ളത് കൊണ്ട് അവിടെ കൂടി നിൽക്കുന്നവരായ ചെറിയ ചെറിയ രാജ്യങ്ങളിലെ രാജാക്കന്മാർ, അതാണ് നൃപമണ്ഡലം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള രാജാക്കന്മാരാൽ അവിടെ കൂടി നിൽക്കുന്ന ഈ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുന്നവരായിട്ടുള്ള രാജാക്കന്മാരാൽ ഉൽബണസമ്മതേന, അവർക്കൊരു വിശേഷണം കൂടി കൊടുക്കുന്നുണ്ട്. ഉൽബണം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു നിൽക്കുന്നതായ, സമ്മതേന നൃപമണ്ഡലേന സമ്മതത്തോടു കൂടിയ, അതായത് ശ്രീകൃഷ്ണനോടും നന്ദഗോപരോടും വസുദേവരോടും ഒക്കെ ഒപ്പം കൂടിച്ചേർന്ന് നിൽക്കുന്നവരായ അവർക്കൊക്കെ എല്ലാവിധ സഹകരണങ്ങളും പ്രഖ്യാപിച്ച് അഹങ്കാരത്തോടു കൂടി വിരാജിക്കുന്നവരായിട്ടുള്ള രാജാക്കന്മാരാൽ, അവിടെ കൂടി നിൽക്കുന്നവരാൽ പ്രശസ്യമാന എന്ന് പറഞ്ഞാൽ അവരാൽ സ്തുതിക്കപ്പെടുന്നവനായിട്ട്, അവരുടെ സ്തുതി പാഠങ്ങൾക്ക് വിധേയനായിട്ട് എന്നർത്ഥം. പ്രശസ്യമാന സ നന്ദഗോപ, ആ നന്ദഗോപര് നിജപ്രയാണേ പോവാൻ കാലത്ത്, നിജപ്രയാണം അവരവർ പോവാൻ തുടങ്ങുമ്പോൾ, അതായത് വസുദേവർ പറയണത് കേട്ടു, വസുദേവരോട് നന്ദഗോപര് തിരിച്ചു പറഞ്ഞു. അതൊക്കെ കേട്ടിട്ട് അവിടെ കൂടി നിൽക്കുന്ന രാജാക്കന്മാരൊക്കെ ഉറക്കെ ഹർഷാരവങ്ങൾ പുറപ്പെടുവിച്ചു, കയ്യടിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. നന്ദഗോപർക്ക് എല്ലാവിധ പിന്തുണയും സഹകരണവും ഒക്കെ അവർ കൊടുത്തു. അതിനുശേഷം നന്ദഗോപര് വ്രജത്തിലേക്ക് പോരാൻ പുറപ്പെടുകയാണ്. ആ പുറപ്പാട് സമയത്ത്, അതാണ് നിജപ്രയാണേ, രഥത്തിൽ കയറി പോരാൻ പുറപ്പെടുമ്പോൾ കൃഷ്ണം സമേത്യ, ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നിട്ട് ഗാഢം പരിഷ്വജ്യ, അമർത്തി അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് മിഥ ബഭാഷേ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. അതായത് വസുദേവർക്ക് പോലും കേൾക്കാൻ ആവശ്യമില്ലാത്ത, വസുദേവർ പോലും കേൾക്കേണ്ടാത്ത കാര്യങ്ങളാണല്ലോ നന്ദഗോപരും ശ്രീകൃഷ്ണനും തമ്മിൽ അപ്പം സംസാരിച്ചിട്ടുണ്ടാവുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ മാത്രമായിരുന്നൊരു ലോകം ഉണ്ടായിരുന്നല്ലോ. അവിടെ വസുദേവരില്ല, ദേവകിയില്ല, ഈ മധുര രാജധാനിയിലെ ആരും തന്നെ ഇല്ല. അമ്പാടിയിലെ കുറച്ച് സാധാരണക്കാരായിട്ടുള്ള പശുമേച്ചുകാരും അച്ഛനമ്മമാരായിട്ടുള്ള നന്ദഗോപരും യശോദയും അതുപോലെ ബലരാമനും അങ്ങനെയൊക്കെയുള്ള സാധാരണക്കാരായിട്ടുള്ള കുറച്ച് ആൾക്കാരായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് നിന്നുകൊണ്ട് തനിക്ക് കൃഷ്ണനോട് എന്താണോ പറയാനുള്ളത് അത് പറയാൻ തുടങ്ങി. അപ്പോൾ മിഥ ബഭാഷ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് മാത്രമല്ല, ശ്രീകൃഷ്ണൻ തിരിച്ച് നന്ദഗോപരോടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആദ്യം നന്ദഗോപര് ശ്രീകൃഷ്ണനോട് പറയണതായിട്ടാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്.
അങ്ങനെ അമർത്തി കെട്ടിപ്പുണർന്നുകൊണ്ട് ഇനി തിരിച്ച് അമ്പാടിയിലേക്ക് ഇല്ല എന്നുള്ള ആ ബോധ്യത്തോടു കൂടിയിട്ട് നന്ദഗോപർ ഇപ്രകാരം പറഞ്ഞു എന്നാണ് കവി പറയണത്. എന്താണ് പറയണതെന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇന്ന് ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. അഹം തു കൃഷ്ണസ്യ വിയോഗഖിന്നം നിശാസരോജാകരനിർവിശേഷം വ്രജം സമാശ്വാസ്യ ബഹുപ്രകാരം പുനർവിധാസ്യാമി സമാഹിതം തേ ഇത്യൂജിവാനുദ്ബണസമ്മദേന പ്രശസ്യമാനോ നൃപമണ്ഡലേന നിജപ്രയാണേ സസമേത്യ കൃഷ്ണം ഗാഢം പരിഷ്വജ്യമിഥോ ബഭാഷേ. അങ്ങനെ അവരുടെ 2 പേരുടെയും രഹസ്യത്തിലുള്ളതായ സംഭാഷണങ്ങൾ നമുക്ക് അടുത്ത ദിവസം കാണാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.